UDF സ്ഥാനാർത്ഥി MK രാഘവനും പരസ്യപ്രചാരണത്തിൽ സജീവമായതോടെ തീപാർന്ന പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് കോഴിക്കോട് മണ്ഡലം. LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ ആദ്യഘട്ട പ്രചാരണത്തിൽ ബഹുദൂരം എത്തിക്കഴിഞ്ഞു. വിജയപ്രതീക്ഷയിലാണ് ഇരു സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് അങ്കച്ചൂടിലേക്ക് കടന്നു. അനൌദ്യോഗിക പ്രഖ്യാപനം വന്നതുമുതൽ UDF സ്ഥാനാർത്ഥി MK രാഘവൻ പ്രചാരണം ആരംഭിച്ചിരുന്നു. എന്നാൽ LDFിലെ A. പ്രദീപ് കുമാർ ഇതിനകം പ്രചാരണ രംഗത്ത് മുന്നേറിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ കൊണ്ടുതന്നെ ഒപ്പത്തിനൊപ്പം എത്താമെന്നാണ് UDF കണക്കുകൂട്ടൽ. മണ്ഡലം ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് രാഘവൻ. അവരാരും മോശക്കാരല്ലല്ലോ. ഇവിടെ CPMന് ഭൂരിപക്ഷമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഭൂരിപക്ഷമുണ്ട്. ജനങ്ങളുടെ ഒരു കണക്കുണ്ട്. അത് ആ കണക്കിലാണ് UDF ജയിക്കുന്നത്. വികസന കാഴ്ചപ്പാടുകളാണ് A. പ്രദീപ് കുമാർ പങ്കുവച്ചത്. അല്ല, പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഓട നന്നാക്കലോ 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപയ്ക്ക് പാച്ച് വർക്ക് നടത്തലൊന്നുമല്ല പാർലമെന്റ് മണ്ഡലത്തിന്റെ. ശ്രദ്ധേയമായ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാരിലൂടെ കൊണ്ടുപോയി അംഗീകാരം വാങ്ങിച്ചൊക്കെ വരേണ്ട കാര്യങ്ങളാണ്. ഇടതുകോട്ടയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ വലത്തോട്ട് അനുഭാവം പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട്. മുസ്ലിം ലീഗ് വോട്ടുകൾ നിർണായകമാവുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് ഏറെ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. LJDക്ക് കാര്യമായ സ്വാധീനമുള്ളത് ഗുണകരമാകുമെന്നാണ് ഇടതു പ്രതീക്ഷ. NDA സ്ഥാനാർത്ഥി കൂടി അരങ്ങിലെത്തുന്നതോടെ പോരാട്ടച്ചൂട് വർദ്ധിക്കും. S. വിനേഷ് കുമാർ, News 18, കോഴിക്കോട്.